നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നിരവധി പാർട്ടി പ്രവർത്തകരും നേതാക്കളും നിയുക്ത മന്ത്രിമാരെ അനുഗമിച്ചു. പിണറായി വിജയൻ ഗൗരിയമ്മയെയും സന്ദർശിച്ചു. ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി. ഷാജി, വിശദവിവരങ്ങൾ. അരുണ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ആലപ്പുഴ ജില്ലയിലെത്തിയത്. ആലപ്പുഴ ജില്ലയിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ മന്ത്രിമാർ നേരെ KR ഗൗരിയമ്മയുടെ വസതിയിലേക്ക് പോയി. പിണറായി വിജയൻ അടക്കം 4 മന്ത്രിമാരാണ് ഗൗരിയമ്മയെ കാണാൻ ഗൗരിയമ്മയുടെ വസതിയിലെത്തിയത്. ഗൗരിയമ്മയുടെ വസതിയിൽ ഗൗരിയമ്മ വളരെ ഹൃദ്യമായ വരവേൽപ്പാണ് നിയുക്ത മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നൽകിയത്. കേക്ക് മുറിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു ഗൗരിയമ്മ. അതിനുശേഷം ഉച്ചഭക്ഷണവും ഗൗരിയമ്മ കരുതിയിരുന്നു. നിയുക്ത മന്ത്രിമാരെല്ലാം അവിടെ നിന്നാണ്, ഗൗരിയമ്മയുടെ വസതിയിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വലിയ തിരുക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നത്. നിയുക്ത മന്ത്രിമാർ എല്ലാവരും തന്നെ, അതായത് CPM-ന്റെയും CPI-യുടെയും എല്ലാ മന്ത്രിമാരും പുഷ്പാർച്ചന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആലപ്പുഴ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലയിലെയും അതോടെ സമീപ ജില്ലകളിലെയും MLA-മാരടക്കമുള്ള നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. വളരെ ആവേശകരമായിട്ടായിരുന്നു പുഷ്പാർച്ചനയും മറ്റും നമുക്ക് കാണാൻ സാധിച്ചത്. 100 കണക്കിന് പ്രവർത്തകരാണ് പുഷ്പാർച്ചനയും മറ്റും പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തിരുകാട്ടിൽ നേരത്തെ തന്നെ എത്തിയത്. നേരിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് 100 കണക്കിന് വരുന്ന പ്രവർത്തകരും മറ്റും എത്തിയത്. ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ വളരെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തകർ ഒഴുകി എത്തുകയായിരുന്നു വലിയ തിരുകാട്ടിലേക്ക്. ഇപ്പോൾ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലാണ് പിണറായി വിജയന്റെ പൊതുസമ്മേളനം നടക്കുന്നത്. അതിനു മുൻപായിട്ട് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചനയും മറ്റും നടന്നിരുന്നു. ഇതിനുശേഷമായിരിക്കും പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുക. പ്രധാനമായിട്ടും പിണറായി വിജയൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അപ്രഖ്യാപിത വിലക്കയറ്റത്തിനെതിരെയുള്ള ജനവിധിയായിരുന്നു സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. RSSകാർ LDF-നെതിരെ ഇപ്പോൾ തിരിയുകയാണ്. അതിനുള്ള ആഹ്വാനമാണ് കേന്ദ്രമന്ത്രി പോലും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ കേന്ദ്രമന്ത്രിക്ക് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള വാക്കുകളാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേമത്ത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ് NDA സഖ്യം വിജയിച്ചത്. ആക്രമങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും LDF ആത്മസംയമനം പാലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ തിരിച്ചടിയേറ്റത്, അതായത് NDAക്ക് കേരളത്തിലേറ്റ തിരിച്ചടിക്ക് അമിത്ഷായ്ക്ക് ശക്തമായിട്ടുള്ള നിരാശയാണുള്ളത്. അതിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ RSSന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അരങ്ങേറുന്നതെന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. ഷാജഹാൻ വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. മുഴുവൻ ജനങ്ങളുടെയും സർക്കാരായി LDF സർക്കാർ പ്രവർത്തിക്കുമെന്ന നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാരിന് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമുണ്ടാവില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും LDF-ന്റേതെന്നും പിണറായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം മാധ്യമപ്രവർത്തകർക്ക് പിറന്നാൾ മധുരം വിളമ്പിയാണ് പിണറായി വിജയൻ വാർത്താസമ്മേളനം ആരംഭിച്ചത്. മെയ് 24 തന്റെ പിറന്നാളെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു സംസ്ഥാനത്തെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിൽ വാർത്താസമ്മേളനം നടത്തിയത്. സന്തോഷത്തിന്റെ സസ്പെൻസ് മാധ്യമങ്ങൾക്ക് പോലും അറിയില്ലല്ലോ എന്ന ചോദ്യമുന്നയിച്ച ഒടുവിൽ പിണറായി തന്നെ അത് പൊളിച്ചു. ഇന്നാണ് എൻ്റെ പിറന്നാൾ. അത് ഇതേവരെ രഹസ്യമായിട്ട് വെച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ. ഔദ്യോഗിക രേഖയനുസരിച്ച് 21/3/44. എന്നാൽ യഥാർത്ഥത്തിൽ 1120 ഇടവം 10-നാണ് ജനനം. അതായത് 45 മെയ് 24. മധുര വിതരണത്തിന് ശേഷം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചുള്ള നിലപാട് വിശദീകരിച്ചു. മുഴുവൻ പൗരജനങ്ങൾക്കും അവകാശപ്പെട്ട അവരുടെ ആകെ സർക്കാരായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സർക്കാർ. അവരുടെ ആകെ ജീവിതക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തിയാവും നാളെ അധികാരത്തിലെത്തുന്ന സർക്കാർ പ്രവർത്തിക്കുക. ഒരു കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ടാവും. ജാതി മത വ്യത്യാസമുണ്ടാകില്ല, കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഉണ്ടാവില്ല. കേരളത്തിൻ്റേതായ ഒരു സർക്കാരായിരിക്കും നാളെ അധികാരമേൽക്കുന്ന സർക്കാർ. ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനമാണ് ഈ സർക്കാരിന് ആവശ്യമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയും നടത്തി. നന്മയുടെ, നീതിയുടെ, സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ ഒരു കാലം ഇവിടെ ഉണ്ടാവണം. അതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ് കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്.
എല്ലാവരുടെയും സ്നേഹസഹകരണം ഉണ്ടാകണം. വോട്ട് രേഖപ്പെടുത്തി ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് നിയുക്ത മുഖ്യമന്ത്രി നന്ദിയും രേഖപ്പെടുത്തി. തന്റെ പേര് പറഞ്ഞ് അഴിമതി നടത്താനായി രംഗത്തെത്തുന്നവർക്ക് പിണറായി വിജയന്റെ വക താക്കീത് ഇത്തരത്തിലായിരുന്നു. ഇപ്പം ഞാൻ നാളെ മുഖ്യമന്ത്രിയാകും. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. ഇമാതിരി കുറേ അവതാരങ്ങളുണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ നിരാശ മൂലമാണ് RSS അക്രമങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പാർട്ടി സംയമനം പാലിച്ചിട്ടും RSS ആസൂത്രിതമായി ആക്രമണം നടത്തുകയാണ്. പ്രതികാരം ചെയ്യാനല്ല സർക്കാർ അധികാരത്തിലെത്തുന്നതെന്നും നിയമത്തിന്റെ കരങ്ങൾ കൂടുതൽ ശക്തമാകുമെന്നും നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാളെ അധികാരമേൽക്കുന്ന ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഗവൺമെൻറ് ആയിരിക്കില്ല. അങ്ങനൊരു അജണ്ട ഈ ഗവൺമെൻറ് ഉണ്ടാവില്ല. സർക്കാർ ജനങ്ങളുടെ മൊത്തം സർക്കാരാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായിരിക്കും LDF ഗവൺമെൻറ് കാഴ്ചവെക്കുക. NCPയിൽ നിന്ന് AK ശശീന്ദ്രൻ മന്ത്രിയാകുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. എലത്തൂരിൽ നിന്നുള്ള MLA ആണ് AK ശശീന്ദ്രൻ. ഏത് വകുപ്പും സ്വീകാര്യമാണെന്നും ഉഴവൂർ വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. AK ശശീന്ദ്രനായിരിക്കും LDF മന്ത്രിസഭയിലെ NCPയുടെ പ്രതിനിധി. വകുപ്പ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നാളെയാണ് അതിൻ്റെ ചർച്ച. ചില കാര്യങ്ങളിൽ ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ടല്ലോ, കൃഷി, ജലസേചനം, അങ്ങനെയൊക്കെയുള്ള വരുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ ചോദിക്കുന്ന വകുപ്പ് കിട്ടിയില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയുന്നു എന്ന വാർത്ത നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. ജനപക്ഷ വികസനം നടപ്പിലാക്കുകയാണ് തന്റെ പ്രഥമ അജണ്ടയെന്ന് നിയുക്ത മന്ത്രി AK ശശീന്ദ്രൻ പീപ്പിൾ TVയോട്. സാധാരണക്കാരുടെ ഉന്നമനമാണ് തന്റെ കണ്ണിലെ വികസനമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. അപ്പോൾ LDF ശ്രദ്ധിക്കേണ്ടത് ഈ ജനപക്ഷ സമീപനം വരും നാളുകളിൽ ജനങ്ങൾക്ക് ബോധ്യമാകും വണ്ണം പ്രാവർത്തികമാക്കണം എന്നതിലാണ്. രണ്ടാമതൊരു കാര്യം വന്നിരിക്കുന്നത് ജനപക്ഷ വികസനം എന്നതാണ് LDF ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ജനപക്ഷ വികസനത്തിൻ്റെ മാതൃക എന്താ? അത് സംബന്ധിച്ച് എനിക്കും LDFനും ഒരു കാഴ്ചപ്പാടുണ്ട്. വികസനത്തിൻ്റെ ആദ്യത്തെ ഗുണഭോക്താവ് ആര് എന്നതിൽ നിന്നാണ് വികസനത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഗ്രാമീണ ജനതയ്ക്ക് തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനം, അതാണ് യഥാർത്ഥ വികസനം. എന്നാൽ അത് മാത്രമാണ് എന്നൊരു വരട്ടുവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ പൗരന് എൻ്റെ കാര്യത്തിൽ ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തോന്നൽ ഒരു പൗരനുണ്ടാകുമ്പോൾ അതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെയും ഒരു മുന്നണിയുടെയും വിജയം എന്ന് കരുതുന്നയാളാണ് ഞാൻ. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4-നാണ് സത്യപ്രതിജ്ഞ. അതേസമയം സത്യപ്രതിജ്ഞാ വേദിയിലെ ഒരുക്കങ്ങൾ തകൃതിയാവുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളെല്ലാം തകൃതിയാവുകയാണ്. ഈ വേദിയിലാണ് മന്ത്രിമാരെല്ലാം തന്നെ സത്യവാചകം ഗവർണർ ചൊല്ലുന്നതനുസരിച്ച് ഏറ്റുചൊല്ലുക. 50,000-ലധികം പേർക്ക് ഇരുന്ന് സത്യപ്രതിജ്ഞ കാണാനുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും വിധമാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനോട് അടുത്തുള്ള ഭാഗമാണ് വേദി. ഇവിടെ 50,000 പേർക്ക് നേരിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനാകും. സദസ്സിന്റെ മുൻനിരയിൽ VVIPകൾക്കും VIP-കൾക്കുമുള്ള ഇരിപ്പിടമാണ്. മഴ സാധ്യത കണക്കിലെടുത്ത പ്രധാന വേദിയുടെ മുൻഭാഗത്തും ഗ്യാലറിയിലും പന്തലിടുന്നുണ്ട്. സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിക്കുന്ന എല്ലാ പേർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണാനായി വലിയ LED-കളും ക്ലോസ്ഡ് സർക്യൂട്ട് TVകളും സജ്ജീകരിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടത്തും. വൈകുന്നേരം 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ P. സദാശിവം, മുഖ്യമന്ത്രിയായി പിണറായി വിജയനും മറ്റ് 18 മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും.
സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാർക്ക് ഗവർണർ രാജ്ഭവനിൽ സ്നേഹവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. ഈ വിരുന്നിന് ശേഷം മന്ത്രിമാരെല്ലാം സെക്രട്ടേറിയറ്റിലെത്തി ആദ്യ മന്ത്രിസഭാ യോഗവും ചേരും. തലസ്ഥാന നഗരത്തെ ആവേശത്തിലാക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനായിരിക്കും ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയം വേദിയാവുക. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരുമാനും. വിജയം ഭക്ഷിക്കാനുള്ളവരാണ് ജനങ്ങളെന്ന് VS അച്യുതാനന്ദൻ. അവരെ പരാജയം ഭക്ഷിക്കാൻ ഇടവരുത്തരുത്. നമ്മൾ ജാഗരൂകരായിരിക്കണമെന്നും VS ട്വിറ്ററിലാണ് VSന്റെ പരാമർശം. UDF സർക്കാരിന്റെ അഴിമതികൾ അന്വേഷിക്കുമെന്ന് നിയുക്ത മന്ത്രി VS സുനിൽകുമാർ. മെത്രാൻ കായൽ നികത്താൻ ഉത്തരവ് നൽകിയതടക്കം പരിശോധിക്കും. LDF ഉന്നയിച്ചത് രാഷ്ട്രീയ ആരോപണങ്ങളല്ലെന്ന് തെളിയിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഒരു സംശയം വേണ്ട. ഈ മെത്രാൻ കായലാണെങ്കിലും ഈ കള്ളസ്വാമി സന്തോഷ് മാധവന് ഭൂമി പതിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാവും. അത് UDF ഗവൺമെന്റ് പിൻവലിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൊടുക്കാൻ ഇടയാക്കിയുള്ള സാഹചര്യം എന്താണെന്നുള്ളത് LDF ഗവൺമെന്റ് തീർച്ചയായിട്ടും അന്വേഷിക്കും. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭൂമി പതിച്ചു കൊടുത്ത നിരവധി സംഭവങ്ങളുണ്ട്. അപ്പോൾ അവസാന മന്ത്രിസഭയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് പൊതുവായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും ഗവൺമെന്റിലെ മന്ത്രിമാരോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യമല്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള UDF യോഗം പുരോഗമിക്കുന്നു. ഘടകകക്ഷികളുടെ സീറ്റുകളിൽ കോൺഗ്രസിന്റെ സഹകരണം സംബന്ധിച്ച് പരാതികൾ ഉയർന്നേക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുന്നു. സജേഷ്, ഇക്കാര്യത്തിൽ RSPയിൽ പൊട്ടിത്തെറി പരസ്യമായിട്ടുണ്ട്. JDUവും അവരുടെ നിലപാട് പ്രകടമായി പാർട്ടിക്കുള്ളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിയമസഭാ കക്ഷി നേതൃസ്ഥാനം ലക്ഷ്യമിട്ട് രമേശ് ചെന്നിത്തല നടത്തിയ ഈ ഒറ്റയാൾ പോരാട്ടമാണ് പരാജയ കാരണം എന്ന ഒരു അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. എന്താണ് പ്രാഥമികമായ വിലയിരുത്തൽ? അരുൺ, UDF യോഗം അവസാനിച്ചിട്ടില്ല, തുടരുകയാണ്. UDF നേതാക്കൾ ഘടകകക്ഷികൾക്ക് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരാജയത്തിൽ കലാശിച്ചത്. ഒരു സീറ്റ് പോലും ഇല്ലാത്ത കക്ഷികളായി JDUവും RSPയും CMPയും മാറി. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും ലീഗിനും ഇക്കാര്യത്തിൽ പരാതിയുണ്ട്. ദില്ലിയിൽ നടന്ന മാരത്തോൺ സ്ഥാനാർത്ഥി ചർച്ചകളെ സംബന്ധിച്ചാണ് പരാതി. അസീസ് യോഗത്തിന് മുമ്പ് ഇക്കാര്യം പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. UDFിലേക്ക് പോയത് ദൗർഭാഗ്യകരമായി പോയി. UDFിലേക്ക് പോകേണ്ടിയിരുന്നില്ല. രാഷ്ട്രീയ മര്യാദ പാലിച്ചു മാത്രം മുന്നണിയിൽ നിൽക്കുന്നുവെന്നാണ് അസീസ് അഭിപ്രായ പ്രകടനം നടത്തിയത്. എന്നാൽ RSPയുടെ അഭിപ്രായമായി ഇതിനെ കാണാനാകില്ല. ഷിബു ബേബി ജോണും NK പ്രേമേന്ദ്രനും മറ്റൊരു നിലപാടാണ് RSPയുടെ ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അസീസിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ UDF യോഗം വരും. അസീസ് മാധ്യമങ്ങളോട് ഇവിടെ വെച്ച് പ്രതികരിക്കും. അതോടൊപ്പം തന്നെ UDFിന്റെ തീരുമാനങ്ങൾ PB തങ്കച്ചൻ വിശദീകരിക്കുകയും ചെയ്യും. പരസ്യമായ ഒരു ചർച്ചയിലേക്ക്, തെരഞ്ഞെടുപ്പ് തോൽവി കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് ഇന്ന് UDF കടന്നിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ പാർട്ടിയും ചർച്ച നടത്തിയതിനു ശേഷം പിന്നീട് ഒരു ദിവസം യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കാം. വിശദ ചർച്ച ഇന്ന് വേണ്ട എന്ന നിലപാടിലേക്കാണ് നീങ്ങുന്നത്. ഒരു ഉപസമിതി വെക്കുന്നതിനുള്ള ധാരണയിലും കാര്യങ്ങൾ എത്തിയേക്കാം. അരുൺ, MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള UDF നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഇടവേള. മറ്റ് ചില വാർത്തകൾ ചുരുക്കത്തിൽ. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇന്ന് ചൈനയിലേക്ക് തിരിക്കും. രാഷ്ട്രപതിയായതിനു ശേഷമുള്ള പ്രണബ് മുഖർജിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത്. 2 ദിവസത്തെ ഇറാൻ സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയും ഇറാനും തമ്മിൽ ഒപ്പിട്ടത് 12 തന്ത്രപ്രധാന കരാറുകൾ. ഹിരോഷിമയിലെ അണുബോംബാക്രമണത്തിൽ മാപ്പ് പറയില്ലെന്ന് US പ്രസിഡന്റ് ബരാക് ഒബാമ. 27-ന് ഒബാമ ഹിരോഷിമ സന്ദർശിക്കും. സിറിയയിലുണ്ടായ ശക്തമായ ബോംബ് സ്ഫോടനത്തിൽ 148-ലധികം പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു.